വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അധ്യായം 4 വാക്യങ്ങൾ 35 മുതൽ 41 വരെ. വിശുദ്ധ മർക്കോസ് 4 അധ്യായം 35 മുതൽ 41 വരെ. ആ ദിവസം വൈകുന്നേരം യേശു ശിഷ്യന്മാരോട് നമുക്ക് അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞു. ജനസമൂഹത്തെ വിട്ടതിന് ശേഷം അവർ വഞ്ചിയിൽ അവനെ കൊണ്ടുപോയി. അവിടെ കൂടെ വേറെ വഞ്ചികളുണ്ടായിരുന്നു. അപ്പോൾ വലിയ കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ അടിച്ചു കയറി വഞ്ചിയിൽ വെള്ളം നിറയുമാറായി. യേശു വഞ്ചിയുടെ അമരത്തെ ഒരു തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ വന്ന് അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അടങ്ങുക, ശാന്തമാകുക എന്ന് പറഞ്ഞു. കാറ്റടങ്ങി, വലിയ ശാന്തതയുണ്ടാകുകയും ചെയ്തു. പിന്നെ അവൻ അവരോട്, നിങ്ങൾ എന്തിനെ ഭയപ്പെടുന്നു? നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തതെന്ത് എന്ന് ചോദിച്ചു. അവർ വളരെ ഭയപ്പെട്ട്, അവൻ ആരായിരിക്കും, കാറ്റും കടലും ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പരസ്പരം പറയുകയും ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. ഇരിക്കാറുണ്ട്. ഓശാന ബുധനാഴ്ച എന്നറിയപ്പെടുന്ന ഈ സുദിനത്തിൽ അടുത്ത ഞായറാഴ്ചത്തെ ഓശാന പെരുന്നാളിനായിട്ട് ഒരുങ്ങുവാൻ തിങ്കളാഴ്ച മുതലുള്ള എല്ലാ ദിവസങ്ങളെയും ഓശാന ദിവസങ്ങളായി ആഘോഷിച്ച പിതാക്കന്മാരോടൊപ്പം നമുക്ക് ഇന്ന് കേട്ടതായ വചന പശ്ചാത്തലത്തിൽ ഇന്നത്തെ പിതാക്കന്മാരുടെ അനുഭവങ്ങൾ നമ്മുടേതായി തീരുവാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ബുധനാഴ്ച പ്രഭാതത്തിൽ വായിക്കേണ്ട വേദഭാഗങ്ങൾ നമ്മൾ വായിച്ചു കേട്ടു. ഇത് മർക്കോസിന്റെ സുവിശേഷം 4 അധ്യായത്തിന് 35 മുതൽ 41 വരെയുള്ള വേദഭാഗത്തിന്റെ അവസാനം വരുമ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചൊരു ചോദ്യം, നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തത് എന്ത്? ഇപ്പോൾ കർത്താവിൻ്റെ കൂടെ യാത്ര ചെയ്ത വേല ചെയ്ത തൻ്റെ ശിഷ്യന്മാർക്ക് ഇല്ലായിരുന്നു അല്ലെങ്കിൽ വിശ്വാസം കുറഞ്ഞുപോയി എന്നുള്ള കാര്യം തെളിയിക്കുവാനൊരു സംഭവം ഉണ്ടായി. നമ്മുടെ നോമ്പിൻ്റെ ഈ പകുതി കഴിഞ്ഞ് സഭാദിനവും കഴിഞ്ഞ് ബുധനാഴ്ച എത്തിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത എന്നെന്ന് നമ്മളോട് കർത്താവ് ചോദിക്കുന്നുണ്ടോ? എപ്പോഴാണ് കർത്താവ് ആ ചോദ്യം ചോദിച്ചത്? നമുക്ക് നിത്യജീവിതത്തിലുണ്ടാകുന്ന ഓരോ സംഭവങ്ങളും നമുക്ക് എന്തുമാത്രം വിശ്വാസമുണ്ട് എന്ന് പരിശോധിക്കാനും തെളിയാനുമുള്ള അവസരമാണ്. നമുക്ക് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും വിശ്വാസത്തോടെ, ദൈവാശ്രയത്തോടെ, പ്രാർത്ഥനയോടെ നേരിടാമെങ്കിൽ നമുക്കതെല്ലാം ദൈവസാന്നിധ്യവും ദൈവശക്തിയും തിരിച്ചറിയാനുള്ള അവസരമാക്കുമെന്നാണ് ഈ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. എപ്പോഴാണ് നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തതെന്ന് കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചത്? കർത്താവ് വഞ്ചിയിൽ യാത്ര ചെയ്യുന്ന സമയം വഞ്ചിയുടെ അമരത്ത് കർത്താവ് തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു. ആ സമയത്ത് വലിയ കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ അടിച്ചു കയറി വഞ്ചിയിൽ വെള്ളം നിറയുമാറായി. ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ അനുദിന ജീവിതത്തിലുണ്ടാകാം. മരണത്തിന്റെ വക്ക് വരെ എത്താം. പ്രതികൂലമായ കാറ്റടിക്കാം. അപ്പോൾ കർത്താവ് ഉറങ്ങുകയാണെന്ന് തോന്നുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. കർത്താവ് അങ്ങനെ ഉറങ്ങാൻ എന്താ കാര്യം? അമരമെന്ന് പറയുന്നത് ഒരു വഞ്ചിയുടെ നിയന്ത്രിക്കുന്ന സ്ഥലമാണ്. അമരത്ത് നിന്നോ ഇരുന്നോ ആണ് വള്ളം മുമ്പോട്ട് സഞ്ചരിച്ച് നിയന്ത്രിക്കപ്പെടേണ്ടത്. കർത്താവ് എന്തുകൊണ്ടാണ് ഈ യാത്രയിൽ അമരത്ത് കയറി ഉറങ്ങിയത്? അത് വള്ളം നിയന്ത്രിക്കേണ്ട, തുഴയെറിയുന്ന ആ വള്ളം ഓടിക്കുന്നവരുടെ ഇരിക്കേണ്ട സ്ഥലമാണ്. അതിന്റെ പ്രധാന ആളിരിക്കേണ്ട സ്ഥലമാണത്. കർത്താവ് ആ സ്ഥലത്ത് കയറി ഉറങ്ങാൻ എന്താ കാരണം? അപ്പോൾ കർത്താവ് ഉറങ്ങിയ സമയത്താണ് കൊടുങ്കാറ്റുണ്ടായത്. ഇതിൽ നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? ആ ദിവസം വൈകുന്നേരം യേശു ശിഷ്യന്മാർ നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. ജനസമൂഹത്തെ വിട്ടതിന് ശേഷം അവർ വഞ്ചിയിൽ അവനെ കൊണ്ടുപോയി. കർത്താവ് വഞ്ചിയിൽ അമരത്ത് കയറി ഇരുന്നപ്പോൾ ശിഷ്യന്മാർക്ക് കർത്താവിനോട് ചോദിക്കാമായിരുന്നു, കർത്താവേ, നീ എന്താ ഈ അമരത്ത് കയറിയിരിക്കുന്നത്? അങ്ങോട്ട് പുറപ്പെടുന്നതിന് മുമ്പ് നിനക്ക് ഈ വഞ്ചിയിൽ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും ഞങ്ങളോട് സംസാരിക്കാനുണ്ടോ? വഞ്ചിയിൽ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടോ എന്നവർ ചോദിക്കേണ്ടതായിരുന്നു. കർത്താവ് ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു ഉദ്ദേശമുണ്ട്. കർത്താവിൻ്റെ ആഗ്രഹങ്ങളും ചിന്തകളും ചില സൂചനകളിൽ കൂടെ കാണിക്കുകയുള്ളൂ. ആദ്യം നേരിട്ട് പറയുകയില്ല. അത് നമ്മൾ തിരിച്ചറിഞ്ഞോണം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യത്തിനും ഒരു അർത്ഥമുണ്ട്, ഒരു ആവശ്യമുണ്ട്, ഒരു ഉപയോഗമുണ്ട്. അതിന് കർത്താവിന് ചില കാര്യം നമ്മളോട് സംസാരിക്കാനാണ്. നമ്മൾ തിരിച്ചറിയാറുണ്ടോ? കർത്താവ്
അവർക്കൊരു സ്പെഷ്യൽ ക്ലാസ് എടുക്കാൻ വേണ്ടിയാണ് അമരത്ത് കയറിയിരുന്നത്. അമരത്തെ ഒരു പ്ലാറ്റ്ഫോം പോലെ ഇരുന്നിട്ട് ബാക്കിയുള്ളവരെ വഞ്ചിയിൽ ഇരുത്തിക്കൊണ്ട് കർത്താവിന് സ്പെഷ്യൽ ക്ലാസ് എടുക്കാനുണ്ടായിരുന്നു. അത് അവർക്ക് മനസ്സിലായില്ല. അവർ വഞ്ചി കയറി ഉടനെ അങ്ങ് പോവുക എന്നങ്ങ് വിചാരിച്ചു. പക്ഷേ ഈ അമരത്ത് കയറിയിരിക്കുന്നത് എന്താ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കെ വെള്ളം ഇടുന്നതിന് മുമ്പ് നമുക്ക് ചില കാര്യങ്ങൾ അവിടെ ആലോചിക്കാനുണ്ട്, പറയാനുണ്ട്, പഠിപ്പിക്കാനുണ്ട്. അത് കേട്ടിട്ട് വെള്ളം ഇട്ടാൽ മതി എന്ന് കർത്താവ് പറയുന്നതിന് മുമ്പേ അവർ വെള്ളം അങ്ങ് വിടാൻ തുടങ്ങി. അതിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം, ഈ വള്ളത്തിലും വെള്ളത്തിലും നല്ല പരിചയമുള്ള ശിഷ്യന്മാർക്ക് തല തിരിച്ചും വെള്ളം വിടാൻ അറിയാം. വഞ്ചിയിൽ അമരത്ത് കർത്താവ് കയറി ഇരിക്കുമ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് വെള്ളം ഓടിക്കാൻ ഒക്കുകയില്ല. അവർക്ക് തല തിരിച്ചും വെള്ളം വിടാൻ അറിയാം. അത്രയ്ക്ക് പരിചയമാണ് അവർക്ക്. അപ്പൊ അതുകൊണ്ട് അവർ വിചാരിച്ചു കർത്താവ് ക്ഷീണം കൊണ്ടായിരിക്കാം അവിടെ ഇരിക്കുന്നത്, തലയിണയുണ്ട്, എന്നാ ഒന്ന് വിശ്രമിച്ചോട്ട് എന്ന് വിചാരിച്ച് അവർ വെള്ളം തല തിരിച്ചങ്ങ് വിട്ടു. കുറെ കഴിഞ്ഞപ്പോഴാണ് കാറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ കർത്താവിനെ വാസ്തവത്തിൽ ഉറക്കിയത് അവർ തന്നെയാണ്. കർത്താവിനെ അവർ ഉറക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വേല അന്ന് തീർന്നിട്ടില്ല. അവർക്ക് സ്പെഷ്യൽ ക്ലാസ് കൊടുക്കാൻ വേണ്ടി കർത്താവ് അവരെ തിരുന്നതാണ്. ആ വിവരം മനസ്സിലാക്കാതെ അവരുടെ സ്വയവും അവരുടെ ജഡവും അവരുടെ സ്വയാഭിപ്രായങ്ങളും വെച്ചുകൊണ്ട് അവർ കർത്താവിനെയും കൊണ്ട് അക്കരയ്ക്ക് പോകാൻ ശ്രമിച്ചു. അതുകൊണ്ട് കൊടുങ്കാറ്റ് വന്നു. അപ്പോൾ കർത്താവിന്റെ എല്ലാ നീക്കങ്ങൾക്കും ഒരു ഉദ്ദേശമുണ്ട്, ആവശ്യമുണ്ട്, പ്രയോജനമുണ്ട് എന്ന് മനസ്സിലാക്കി അവർ വിശ്വാസത്തോടുകൂടി കർത്താവിന്റെ ആജ്ഞയ്ക്കും കർത്താവിന്റെ നിർദ്ദേശത്തിനും കാത്തിരുന്നെങ്കിൽ വേണമെങ്കിൽ ആ കൊടുങ്കാറ്റ് ഒഴിവാക്കാമായിരുന്നു. പക്ഷെ ആ കൊടുങ്കാറ്റ് വരുത്തത് ആരാ? ശിഷ്യന്മാർ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് വരുന്നത് കർത്താവിനോട് ചോദിക്കാതെയും കർത്താവിന്റെ ആലോചന തിരിച്ചറിയാതെയും നമ്മൾ സ്വയത്തിലും ജഡത്തിലും ചെയ്യുന്ന കാര്യങ്ങളാണ് കൊടുങ്കാറ്റായിട്ട് മാറുന്നത്. ഇന്ന് വായിച്ച വേദഭാഗങ്ങളെല്ലാം അതിന്റെ ഇണവാക്യങ്ങളായിട്ടുണ്ട്. ജഡത്തിന്റെ പ്രവൃത്തികളെല്ലാം തന്നെ കൊടുങ്കാറ്റായിട്ട് മാറും. നമ്മൾ ഇന്ന് വായിച്ചതാണ്. ഇതൊന്ന വർഷം അസൂയ, പിണക്കം, ക്രോധം, ശാഠ്യം, പകവന്നതയും, ജാരശങ്ക, ദുഷ്കാമത്തിനും ദോഷം, മദ്യപാന, വെറുക്കൂത്ത്, അത്യാഗ്രഹ, വിഗ്രഹസേവ, ദുർനടപ്പിലെത്തിക്കുന്ന ആവിചാരം, മത്സരം. അപ്പൊ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നതിന്, ആത്മാവിന്റെ ഫലം കിട്ടുന്നതിന് തടസ്സമായി നിൽക്കുന്ന ആ ജഡത്തിന്റെ പ്രവൃത്തികൾ അനുസരിച്ച് നമുക്ക് തീരുമാനങ്ങൾ എടുക്കുവാനും ചിന്തിക്കുവാനും ദൈവത്തെ മറികടന്നുകൊണ്ട് പലതും വേല ചെയ്യുവാനും നമ്മുടെ സ്വയത്തിലും ജഡത്തിലും വിളിച്ചിരിക്കുന്ന പിശാചിനും കഴിവുണ്ട്. പക്ഷെ അത് കൊടുങ്കാറ്റിൽ എത്തിച്ചേർക്കുന്നത് മരണത്തിൽ എത്തിക്കും. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ മരിക്കും നിശ്ചയം എന്ന് പറഞ്ഞ വചനപ്രകാരം വലിയ അപകടത്തിലേക്ക് നയിക്കുന്നത് ജഡത്തെ അനുസരിച്ചുള്ള നമ്മുടെ തീരുമാനങ്ങളും നീക്കങ്ങളുമാണ്. ജനസമൂഹത്തെ വിട്ടതിന് ശേഷം അവൻ വഞ്ചിയിൽ കയറി. ജനസമൂഹത്തെ വിട്ടതിന് ശേഷം അവൻ വഞ്ചിയിൽ അവനെ കൊണ്ടുപോവുകയായിരുന്നു. അവരുടെ കൂടെ വേറെ വഞ്ചികളും ഉണ്ടായിരുന്നു. വലിയ കൊടുങ്കാറ്റുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ ദൈവം സർവശക്തനാണെങ്കിലും ദൈവത്തെ ഉറക്കുന്ന സാഹചര്യം ഉണ്ടെന്നുള്ള കാര്യം വേറെ ചില വേദഭാഗത്തിലുണ്ട്. ഒരു സംഗീതത്തിൽ ദൈവമേ നീ ഉറങ്ങുന്നു എന്താന്ന് ചോദിക്കുന്നുണ്ട് സംഗീതത്തിനക്കാരൻ. അതെപ്പോഴാണെന്നറിയാവോ? ആരിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 44-ാമത്തെ സങ്കീർത്തനം നോക്കിയാട്ട്. 44 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ദൈവമേ നീ ഉറങ്ങുന്നത് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഉറക്കമില്ലാത്ത ഉണർവുള്ളവനെന്നാണ് ഈ ദൈവത്തിന്റെ പേര്. സ്വർഗത്തിൽ കർത്താവിന് ഉറക്കമില്ല. പക്ഷെ ഭൂമിയിൽ വന്നാൽ, നമ്മുടെ വാഹനത്തിൽ കയറിയാൽ, നമ്മുടെ വീട്ടിൽ വന്നാൽ ദൈവം ഉറങ്ങാൻ സാധ്യതയുണ്ട്. അന്നേരമാണ് അനർത്ഥങ്ങളും അപകടങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. 44-ാമത്തെ സങ്കീർത്തനത്തിൽ നീ ഉറങ്ങുന്നതെന്ന് ചോദിക്കുന്ന എത്രാമത്തെ വാക്യത്തിലാണെന്ന് ആരെങ്കിലും കണ്ടോ? സങ്കീർത്തനം 44-ൽ 44-ാം സങ്കീർത്തനം 23-ാം വാക്യത്തിൽ എന്താ ചോദിക്കുന്നത്? യഹോവേ ഉണരണമേ, നീ ഉറങ്ങുന്നത് എഴുന്നേൽക്കണം. അപ്പൊ അങ്ങനെ സങ്കീർത്തനക്കാരൻ, ഇത് ഏത് സങ്കീർത്തനക്കാരനാണ് ഈ ചോദ്യം ചോദിച്ചത്? കോരഹപുത്രന്മാരുടെ ഒരു ധ്യാനമാണ്. കോരഹപുത്രന്മാരുടെ ജീവിതത്തിൽ എപ്പോഴാണ് ദൈവം ഉറങ്ങിയത്? കോരഹ്, ദാതാൻ, അബീരാം എന്ന് പറഞ്ഞിരിക്കുന്നവർ മത്സരികളായി സ്വയത്തിലും ജഡത്തിലും അഹങ്കരിച്ച് മോശയ്ക്കും അഹ്റോനും ദൈവത്തിന്റെ പരിപാടിക്ക് എതിരായി മത്സരിച്ച് അവർ വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം അവർ നീങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഭൂമി വിഴുങ്ങി അവർ താഴോട്ട് പോകാൻ. അത് കൊടുങ്കാറ്റ് പോലെ വലിയ ഒരു മാരകമായ ഒരു അപകടമായിരുന്നു. അപ്പോൾ ഈ കോരഹിന്റെ പുത്രന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിനകത്ത് കാര്യമില്ല, ഞങ്ങൾക്ക് ഈ അപ്പന്മാരുടെ മത്സരത്തിനകത്ത് ഞങ്ങൾക്ക് ഒരു കയ്യുമില്ല, ഞങ്ങൾ വളരെ ദുഃഖത്തോടെ വേദനയോടെ ആണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പനായി പോയി മിണ്ടാനൊക്കുകയില്ല, ദൈവമേ ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് പറഞ്ഞ് കോരഹപുത്രന്മാർ ആ കുഴിയുടെ വക്കത്ത് അള്ളിപ്പിടിച്ച് കിടന്നുകൊണ്ട് നടത്തിയ പ്രാർത്ഥനയാണ്, ഞങ്ങളെ കൂടെ ഈ കുഴിക്കകത്ത് വിടല്ലേ, ഞങ്ങൾക്ക് ഇതിനകത്തൊരു കയ്യുമില്ല, ഞങ്ങൾ മക്കളായി പോയി അപ്പന്മാർ ചെയ്തതിന് പണിക്ക്. അപ്പൊ ഇതുപോലെ അപ്പന്മാരും
പൂർവീകരും ചെയ്ത പാപത്തിന് ഞങ്ങൾക്ക് ഒരു കയ്യുമില്ലേ എന്ന് പറഞ്ഞ് കരയാൻ വേണ്ടിയാണ് ഈ ഓശാന ബുധനാഴ്ച നമുക്ക് ഇങ്ങനെ ഒരു ദിവസം തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ രാഷ്ട്രത്തിൽ ഒത്തിരി കൊടുങ്കാറ്റിൻ്റെ അനുഭവമുണ്ട്. ആ കൊടുങ്കാറ്റിൻ്റെ അനുഭവത്തിന് ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ്. ദൈവത്തോട് ചോദിക്കാതെ നമ്മുടെ സ്വയത്തിൻ്റെയും ജഡത്തിൻ്റെയും വലിയ ശക്തിയിൽ നമ്മൾ പല തീരുമാനങ്ങളെടുത്ത് നീങ്ങിക്കഴിഞ്ഞപ്പോൾ ദൈവം ഉറങ്ങിയതാണ്. ദൈവം ഉറങ്ങുമ്പോൾ മാത്രമേ കൊടുങ്കാറ്റും ഈ ഭൂമി ഉലുക്കവും ഭൂമി വിളർക്കലും ഒക്കെ വരുള്ളൂ. അപ്പം നമ്മുടെ ജീവിതത്തിൽ ആ കാര്യം തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ദിവസം ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വായിച്ചതായ വചനപ്രകാരം കോരഹപുത്രന്മാരുടെ ജീവിതത്തിൽ ദൈവത്തെ ഉണർത്തുവാൻ അവർ പ്രാർത്ഥിച്ചു. അപ്പോൾ അവർ മാത്രം രക്ഷപ്പെട്ട് ബാക്കിയുള്ളവർ കുഴിയിലേക്ക് പോയെന്നാണ് പറയുന്നത്. 23-ാം വാക്യത്തിൽ യഹോവയെ ഉണരണമേ, നീ ഉറങ്ങുന്ന എന്ത്, എഴുന്നേൽക്കണമേ, ഞങ്ങളെ എന്നേക്കും തള്ളിക്കളയും, നീ നിന്റെ മുഖം മറയ്ക്കുന്നതും ഞങ്ങളുടെ കഷ്ടതയും പീഡനവും മറന്നു കളയുന്നു എന്തെന്ന് പറഞ്ഞ് അവർ മാത്രം, ആ കോരഹപുത്രന്മാരെ രക്ഷപ്പെട്ടു വന്നിട്ടാണ് ഈ സങ്കീർത്തനങ്ങളൊക്കെ എഴുതുന്നത്. കോരഹും പുത്രന്മാരും അവിടെ കുടുംബം സഹിതം മുഴുവൻ അവർ നശിച്ചുപോയി എന്നാണ് സംഖ്യാപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ കോരഹിന്റെ പുത്രന്മാർ മരിച്ചില്ല എന്ന് വേറൊരു ഭാഗത്തുണ്ട്. അത് കണ്ടിട്ടുണ്ട് എവിടെയാണെന്ന്. അപ്പോൾ അത് സംഖ്യാപുസ്തകം 16, 26 അധ്യായങ്ങൾ വായിച്ചു നോക്കിയാൽ 16-ാം അധ്യായത്തിൽ ഇവർ മുഴുവൻ കുടുംബം സഹിതം മരിച്ചു എന്നാണ്. പക്ഷേ അവരുടെ അത് കഴിഞ്ഞ് പിന്നെ പറയുന്നുണ്ട് 26-ാം അധ്യായത്തിൽ സംഖ്യ 26-ൽ കോരഹപുത്രന്മാർ മരിച്ചില്ല എന്ന് എഴുതിയിട്ടുണ്ട്. അതേത് വാക്യത്തിലാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സംഖ്യാപുസ്തകത്തിൽ കോരഹിന്റെ പുത്രന്മാർ മരിച്ചില്ല എന്ന് കണ്ടോ? എത്രാം വാക്യത്തിലാന്ന് കണ്ടോ? മരിച്ചില്ല. 16-ാം അധ്യായത്തിൽ മുഴുവനും എല്ലാവരും മരിച്ചെന്നുമുണ്ട്. അപ്പൊ ഈ 2 അധ്യായങ്ങൾ ചേർത്ത് വെച്ച് പഠിക്കുമ്പോഴാണ് ഈ കോരഹപുത്രന്മാരെങ്ങനെ സങ്കീർത്തനം എഴുതി എന്നുള്ള ചോദ്യത്തിന് മറുപടി കിട്ടും. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ അപ്പനോ വല്യപ്പനോ വല്യപ്പമാരോ വല്യമ്മമാരോ ആര് ശാപിക്കപ്പെട്ടവരാണെങ്കിലും നമ്മൾ ഈ 44-ാം സങ്കീർത്തനം ചൊല്ലി നിലവിളിക്കാമെങ്കിൽ നമുക്ക് കർത്താവ് രക്ഷ തരും. പൂർവ്വന്മാരുടെ അകൃത്യം ഞങ്ങൾക്ക് കണക്കരുതേ എന്ന് 79-ാം സങ്കീർത്തനം. നമ്മുടെ ധർമ്മം അതാണ്. അപ്പോൾ നമ്മളുടെ പൂർവികർ അഹങ്കാരികളായി, അത്യാഗ്രഹികളായി, മത്സരികളായി, ദൈവത്തെ കോപിപ്പിച്ച് ദുഃഖിപ്പിച്ച് ദൈവത്തോട് ചോദിക്കാതെ ഒത്തിരി തീരുമാനങ്ങളെടുത്ത് സ്വയത്തിലും ജഡത്തിലും ജീവിച്ച് അവരെ തകർന്നു പോയവരാണ്. വെള്ളം കെട്ടാത്തിടത്തിരുന്ന് അവർ വിഷമിക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ പല സങ്കടങ്ങളുടെയും ദുഃഖങ്ങളുടെയും കാരണം, നമ്മുടെ പല അനർത്ഥങ്ങൾക്കും കാരണം ദൈവത്തോട് ചോദിക്കാതെ, ദൈവത്തിന്റെ അനുവാദമില്ലാതെ സ്വയത്തിലും ജഡത്തിലും തീരുമാനങ്ങളെടുത്ത ആ വല്യപ്പന്മാരുടെയും വല്യമ്മമാരുടെയും എല്ലാം കൊച്ചുമക്കളാണ് നമ്മളെന്നുള്ള നിലയിൽ കോരഹപുത്രന്മാരെ പോലെ ദൈവമേ നീ ഉണരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട ചുമതല നമുക്കുണ്ടെന്നുള്ള കാര്യമാണ് നമ്മൾ ഓർപ്പിക്കുന്നത്. ദൈവം തമ്പുരാനെ ഈ ഉറങ്ങിപ്പോകുന്ന ദൈവത്തെ ഉണർത്തുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം അറിയാൻ ഇയ്യോബിന്റെ പുസ്തകത്തിൽ ചില വാക്യങ്ങളുണ്ട്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഏതെല്ലാം കാര്യങ്ങളാണ് ദൈവത്തെ ഉറക്കിക്കളയുന്നതെന്ന് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ നോക്കിക്കാട്ടെ. ഇയ്യോബിന്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കാട്ടെ. നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നേരുള്ളവനുമാണെങ്കിൽ അവൻ ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും. നിന്റെ നീതിയുള്ള വാസനത്തെ വീണ്ടും അഭിവൃദ്ധിപ്പെടുത്തും. അപ്പോ ഇയ്യോബിന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 5 മുതൽ അപ്പൊ ഇതിൽ നിന്ന് നമ്മുടെ വീട്ടിൽ, നമ്മുടെ പള്ളിയിൽ, നമ്മുടെ ദേവാലയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിലൊക്കെയും ദൈവം ഉറങ്ങുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ദൈവത്തെ ഉണർത്തി ദൈവത്തിന് നമ്മളെ നിയന്ത്രിക്കുവാൻ, നമ്മളെ സംരക്ഷിക്കുവാനുള്ള തന്റെ ശക്തിയെല്ലാം ജ്വലിപ്പിച്ചതിന് ശേഷമേ നമ്മൾ എന്തെങ്കിലും ചെയ്യാവൂ എന്നുള്ളൊരു പാഠം ഇതിനകത്തുണ്ട്. ഇയ്യോബിനോട് പറഞ്ഞ കാര്യം ബിൽദാദാണിത് പറയുന്നത്. നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നേരുള്ളവനും ആണെങ്കിൽ അവൻ ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും. നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ വീണ്ടും അഭിവൃദ്ധിപ്പെടുത്തും. നിന്റെ ആരംഭം അഗണ്യമായിരുന്നെങ്കിലും നിന്റെ അവസാനം അതിമഹത്തായിരിക്കും. അപ്പൊ അതിമഹത്തായ ശോഭനമായ ഭാവി നമുക്ക് വേണമെങ്കിൽ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കണം. അപ്പൊ ഇന്ന് വായിച്ച വേദഭാഗവുമായിട്ട് ചേർത്ത് ചിന്തിക്കുമ്പോൾ അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് കർത്താവ് വാഹനത്തിൽ വെള്ളത്തിൽ കയറിയപ്പോൾ അവർ അതിശ്രദ്ധയോടെ ആ ഗുരുവിനോട് ചോദിക്കണം, ഗുരുവേ ഈ വള്ളത്തിലിരുന്ന് നിനക്ക് എന്തെല്ലാം പരിപാടിയുണ്ട്, നീ അമരത്തിരിക്കാൻ എന്താ കാരണം? അപ്പൊ പറഞ്ഞേനെ എനിക്കൊരു ക്ലാസ് കൂടി എടുക്കാനുണ്ട്, എന്നാ എല്ലാവരും ഇരിക്കേ, നമുക്ക് അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് പോയാൽ മതി. സൗകര്യത്തിന് വേണ്ടി നിങ്ങൾ വള്ളത്തിലോട്ട് കയറ്റിയിരുത്തിയതാണ്. ഇരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാൻ അമരത്ത് കയറിയിരുന്നു, നിങ്ങൾ അങ്ങോട്ട് കയറിയിരുന്ന എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അന്ന് വേണമെങ്കിൽ ആ കൊടുങ്കാറ്റ് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. അപ്പൊ നമ്മളെ അശ്രദ്ധയോടുകൂടെ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കാഞ്ഞതുകൊണ്ട്, നമ്മളെ അനീതി കൊണ്ട്
നമ്മൾ പല കൊടുങ്കാറ്റുകൾ പലയിടത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ പല അനർത്ഥങ്ങൾക്കും കാരണം അതാണ്. അപ്പോൾ ഏതെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ഉള്ളിലെ ദൈവത്തെ ഓർക്കുന്നത്? മാമോദിസയേറ്റ നമ്മുടെ ഉള്ളിൽ യേശുവുണ്ട്. മാമോദിസയേറ്റ നമ്മുടെ ഉള്ളിൽ കൂദാശ ചെയ്ത നമ്മുടെ വീട്ടിൽ ദൈവമുണ്ട്. പക്ഷേ ദൈവം ഉറങ്ങിപ്പോയാൽ ഉള്ളതിൻ്റെ ഒരു ഗുണമൊന്നും ഇല്ല. അപ്പോൾ കൂദാശ ചെയ്യപ്പെട്ടവരും മാമോദിസയേറ്റവരും ഒക്കെ വരാണെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന അശ്രദ്ധ കൊണ്ട് ദൈവം ഉറങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വളരെ ശ്രദ്ധ ആവശ്യമാണെന്ന് പറയുന്നത്. അപേക്ഷക്കുറവ് കൊണ്ട് ദൈവം ഉറങ്ങാം. അതുകൊണ്ടാണ് പ്രാർത്ഥന ആവർത്തിക്കുന്നത്. ഇന്നലെയും പ്രാർത്ഥിച്ചു, കഴിഞ്ഞ ബുധനാഴ്ചയും നമ്മൾ ഇതേ പ്രാർത്ഥന പ്രസവം ചൊല്ലിയതാ അല്ലേ? ഇതേ പ്രാർത്ഥന കഴിഞ്ഞ് ഈ ബുധനാഴ്ചയും ഞങ്ങൾ അവിശ്വാസികളായിട്ടില്ല. ഈ ബുധനാഴ്ചയും ഞങ്ങൾ നോമ്പെടുക്കുകയാണ്. ഈ ആഴ്ചയിലും ഞങ്ങൾ നിന്നെ വിളിക്കുകയാണ്. ഞങ്ങൾ മറന്നിട്ടില്ല എന്നുള്ള കാര്യം ഓർപ്പിക്കാൻ വേണ്ടി. ഇതൊക്കെ സ്വാതന്ത്ര്യമുള്ള നമുക്ക്. ദൈവത്തെ മറക്കാനോ പിശാചിന്റെ കൂടെ കൂടാനോ ഒക്കെ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് നമ്മൾ കർത്താവിൽ തന്നെ വിശ്വസിക്കുന്നു, വിശ്വാസത്തിൽ നമ്മൾ പിന്മാറിയിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തിയോട് അപേക്ഷിക്കുകയും ചെയ്താൽ നിർമ്മലനും നേരുള്ളവനുമാണെങ്കിൽ. അപ്പം നമ്മുടെ അശുദ്ധികൾ ദൈവത്തെ ഉറക്കാൻ സാധ്യതയുള്ളതാണ്. നേരുകേട് ദൈവത്തെ ഉറക്കാൻ സാധ്യതയുള്ളതാണ്. ഇതെല്ലാം കളഞ്ഞ് നമ്മൾ കർത്താവിനെ ഉണർത്തിയാൽ നമുക്ക് വലിയ ആപത്തുകളും അപകടങ്ങളും ഒഴിവാക്കാൻ സാധിക്കും. ഇവിടെ അവരെ മരണത്തിന്റെ വക്കുവരെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് യേശുവിനെ വിളിച്ചത്. അതിനുമുമ്പ് അവർക്ക് വെള്ളത്തിൽ നല്ല പരിചയമാണ്. അവർക്കറിയാവുന്ന തരത്തിൽ തുഴഞ്ഞു നോക്കി അതിനെ പ്രശ്നത്തെ നേരിടാൻ അവരെ കൊണ്ട് പറ്റുകയില്ലാന്ന് മനസ്സിലായി. അതുവരെ കണ്ടിട്ടുള്ളത് കൊടുങ്കാറ്റ് പോലെ കൊടുങ്കാറ്റല്ല, ഇത് മാരകമായ അവരെ വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ പറ്റിയുള്ള ഒരു വലിയ ശക്തി ഇതിന്റെ കൂടെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവർ ആ കാര്യം തിരിച്ചറിഞ്ഞ് കർത്താവിനെ വിളിച്ചപ്പോൾ മരിക്കുന്നതിന് മുമ്പ് അവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചു. അപ്പം നമുക്ക് നീ നിർമ്മലനും നേരുള്ളവനുമാണെങ്കിൽ അവനിപ്പം നിനക്ക് വേണ്ടി ഉണർന്നു വരും, ഇതിനെ നീതിയുള്ള വാസകത്തെ വീണ്ടും അഭിവൃദ്ധിപ്പെടുത്തുമെന്ന് പറഞ്ഞ വചനപ്രകാരം നോയമ്പിന്റെ ഓശാന ബുധനാഴ്ച നമുക്ക് കിട്ടേണ്ട അനുഗ്രഹം നമുക്ക് ഏറ്റുവാങ്ങുവാൻ കഴിഞ്ഞ കാല ജീവിതത്തിൽ നമ്മളും നമ്മുടെ പൂർവികരും ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാഞ്ഞതുകൊണ്ട് പ്രാർത്ഥനയിലെ അശ്രദ്ധകളും അശുദ്ധികളും അനീതികളും അപേക്ഷക്കുറവുകളും എല്ലാം നമ്മുടെ വീടിനെയും നമ്മുടെ സഭയെയും നമ്മുടെ സമൂഹത്തെയും പലതരത്തിൽ നശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 21-ാം നൂറ്റാണ്ടായിട്ടും ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ എണ്ണം ഒരു 2.5% കടക്കാൻ കാരണം നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം പലതും ചെയ്യുന്നവരാണ്. അത് നിർത്തിവെച്ചിട്ട് ദൈവ ഇഷ്ടപ്രകാരം ദൈവാത്മാവിൽ എല്ലാ കാര്യം ചെയ്യാമെങ്കിൽ നമുക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ട് വിശ്വാസം വർദ്ധിപ്പിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത എന്തെന്ന് ചോദിച്ച് കർത്താവ് അവിടെ അത്ഭുതം പ്രവർത്തിക്കുകയാണ്. ആ കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയപ്പോൾ അവർക്ക് വിശ്വാസം വർദ്ധിച്ചു. കാറ്റും കടലും കൂടി ഇവനെ അനുസരിക്കുന്നല്ലോ എന്ന് പരസ്പരം പറഞ്ഞ് അവർ വിശ്വാസികളായിട്ട് മാറി. അപ്പം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ദൈവം ഇടപെടുന്നത് കണ്ടിട്ട് വലിയവനായ ദൈവം നമ്മളെ നയിക്കുന്നു, നമ്മളെ രക്ഷിക്കുന്നു എന്ന് മനസ്സിലാക്കി നമ്മളോട് അനേകരെ ദൈവശേഷത്തിൽ കൊണ്ടുവരുവാൻ അത് സാധിക്കുമെന്നുള്ള കാര്യം ഇതവിടെ ഓർപ്പിച്ചിരിക്കുന്നു. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ ഇന്ന് വായിച്ച വേദഭാഗത്തിൽ ആത്മഫലങ്ങൾ വിളയിച്ചിട്ട് ആ ഫലങ്ങൾ ഇല്ലാത്തവർക്ക് അങ്ങോട്ട് കൊടുത്തിട്ട് അവര് ദൈവത്തോട് കടപ്പാടുള്ളവരായി തീരാൻ വേണ്ടി നമ്മൾ ആത്മഫലങ്ങൾ വിളയിക്കുന്ന കൃഷിഭൂമികളായി മാറണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ ഇന്ന് വായിച്ചു കേട്ട വേദഭാഗം അതാണ്. 13-ാം വാക്യം മുതൽ നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്തിൽ അന്യോന്യം സേവിപ്പീൻ. അപ്പോൾ നമ്മുടെ സേവനത്തിൽ, നമ്മളുടെ സ്വാതന്ത്ര്യത്തിൽ ദൈവാത്മാവിനെ നമ്മളെ നിയന്ത്രിക്കാൻ നമ്മൾ അവസരം നൽകണമെന്ന് പറയുന്നു. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഏകവാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. നിങ്ങൾ അന്യോന്യം കുടിക്കുകയും തിന്നുകയും ഒക്കെ ചെയ്താലോ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടത്തുമെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. അപ്പൊ ന്യായപ്രമാണത്തിൽ നിന്നും പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം തരാൻ കർത്താവ് ശക്തനാണെന്നാണ് പറയുന്നത്. അത് 5-ാം അധ്യായത്തിലുണ്ട്. ഗലാത്യർ 5-ന്റെ തുടക്കത്തിൽ അങ്ങനെയാണ്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമ നുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അപ്പൊ നമുക്ക് ഇത്രയും നാളായിട്ടും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ? ഇന്ത്യ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യത്തിന് അവധി ഒക്കെ എടുത്ത് നമ്മൾ ഒത്തിരി ആഘോഷിക്കാറൊക്കെയുണ്ട്. പക്ഷെ വാസ്തവത്തിൽ നമ്മൾ സ്വതന്ത്രരാണോ? അപ്പം വാസ്തവത്തിൽ സ്വാതന്ത്ര്യം തരാൻ കർത്താവിനെ സ്വാതന്ത്ര്യം തരാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മുടെ ലാക്ക് അതാണ്, പാപത്തിൽ നിന്ന് ന്യായപ്രമാണത്തിനുള്ള സ്വാതന്ത്ര്യം.
നമ്മൾ കർത്താവിലായാൽ പിന്നെ ഒരു കാര്യത്തിന്, ഒരു സിനിമയ്ക്കും നമ്മളെ കീഴ്പ്പെടുത്താൻ സാധിക്കും. നമ്മൾ കർത്താവിൻ്റെ ഉള്ളിലായി തീരുമെന്നാണ് പറയുക. നമ്മുടെ പ്രാണൻ മുഴുവൻ യേശുവിലായി കഴിഞ്ഞാൽ ഒരു ബാധയും കൂടാരത്തിന് അടുക്കാതെ വേണം അത്യന്തം മറവിൽ നമ്മൾ വസിക്കും. ഒരു ഭൂതവും ഒരു ബാധയും നമ്മളെ അടുക്കാതെ വേണം നമുക്ക് യേശുവിൻ്റെ ഉള്ളിൽ മറിഞ്ഞിരിക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ലാഭോടുകൂടെ നമുക്ക് ഈ ഓശാന പെരുന്നാൾ ആഘോഷിക്കാം. യേശുവിനെ രാജാവായി നമ്മൾ സ്വീകരിക്കുന്ന പെരുന്നാളാണ് ഓശാന പെരുന്നാൾ. ഓശാന പെരുന്നാളിൽ യേശുവിനെ 100% രാജാവായി നമ്മൾ അംഗീകരിച്ചാൽ രാജാവ് പറയുന്ന പോലെ ഏത് കാര്യം നടത്താവൂ. രാജാവിനോട് ചോദിച്ചിട്ടേ ചെയ്യാവൂ. അപ്പൊ ശിഷ്യന്മാർ ഓശാന പെരുന്നാളിന് ഓശാന എന്നൊക്കെ പറഞ്ഞെങ്കിലും ഓശാന പെരുന്നാളിന് മുമ്പൊരു ദിവസം യേശുവിനെ പൂർണ്ണമായി രാജാവായി അംഗീകരിച്ചിരുന്നെങ്കിൽ, കർത്താവേ നീ അമരത്ത് കയറിയിരിക്കുന്നതിന്റെ കാര്യം എന്താ, ഞങ്ങളോട് നീ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ച് ആ രാജാവിന് കീഴ്പ്പെടുമായിരുന്നു. അവർ കീഴ്പ്പെടാതെ അവർക്കറിയാമായിരുന്ന ആ വള്ളത്തിലും വെള്ളത്തിലും അവർ തന്നെ തല തിരിച്ച് വള്ളം അങ്ങ് വിട്ടു. കർത്താവ് അവിടെ കിടന്നങ്ങ് ഉറങ്ങി. അപ്പൊ കർത്താവിനോട് ചോദിക്കാതെ ഒരു കാര്യം ചെയ്താൽ കർത്താവിനെ നമ്മൾ എന്നെ അവഗണിക്കുന്നത് കൊണ്ട് കർത്താവ് ഉറങ്ങാൻ സാധ്യതയുണ്ട്. നമ്മുടെ സഭയിലും നമ്മുടെ സമൂഹത്തിലും വീട്ടിലും ദൈവത്തെ അവഗണിച്ചുകൊണ്ട് എടുത്തിരിക്കുന്ന തീരുമാനങ്ങളെല്ലാം കർത്താവിനെ ഉറക്കാൻ ഇടയാക്കി. അതുകൊണ്ടാണ് നിന്റെ ദൈവം എവിടെയെന്ന് മറ്റുള്ള ചോദിക്കാൻ ഇടയായത്. നമ്മുടെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ സംഭവിക്കുമ്പോൾ അയൽവക്കക്കാർ ചോദിക്കും, നിന്റെ ദൈവം എവിടെ? ദൈവം എവിടെയെങ്കിലും പോയതാണോ? ദൈവം ഉറങ്ങിപ്പോയതാ. ദൈവം ഉറങ്ങാൻ കാരണം എന്നാ? ദൈവത്തെ ഉറക്കിയതാരാ? നമ്മൾ തന്നെ. അപ്പോൾ 44-ാമത്തെ സങ്കീർത്തനം നമുക്കൊന്നുകൂടെ ചൊല്ലിക്കൊണ്ട് നമ്മളും നമ്മുടെ പൂർവ്വനും കൂടെ ദൈവത്തെ ഉറക്കിയെങ്കിൽ അതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് ദൈവത്തെ ഉണർത്താനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വന്നിരിക്കുന്ന സജീവർ തന്നെ സ്വാഗതം ചെയ്യുന്നു. നമ്മളെ ആമോദിസായിൽ ആരാധനകളിൽ നമ്മുടെ ഉള്ളിൽ വസിക്കുവാൻ ആഗ്രഹിച്ച് നമ്മളെ സ്വാഗതം ചെയ്ത കർത്താവിനെ നമ്മൾ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ, അവഗണിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ വായിച്ചു കേട്ടതുപോലെ ജീവിതയാത്രയിൽ കൊടുങ്കാറ്റ് വന്ന് മരണത്തിന്റെ വക്കവരെ എത്തി കടലിനോട് അടങ്ങുക, ശാന്തമാകുക എന്ന് പറഞ്ഞ പോലെ കർത്താവിന്റെ ശബ്ദം കേട്ട് എല്ലാ കോളിളക്കങ്ങളും മാറി ശാന്തമായി സ്വസ്ഥമായി ദൈവത്തിന്റെ ഭരണത്തിന് കീഴിലാകാൻ വേണ്ടി നമുക്ക് 44-ാമത്തെ സങ്കീർത്തനം ഒന്നുകൂടെ ചൊല്ലാം. എല്ലാവർക്കും വാക്യപ്രതി വാക്യമായി ഏറ്റി ചൊല്ലിക്കൊണ്ട് ഇനി ശേഷിക്കുന്ന സമയത്തെ ധ്യാനത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. 44-ാമത്തെ സങ്കീർത്തനം ഒന്ന് പറഞ്ഞാട്ടെ, ഉറക്കെ പറഞ്ഞാട്ടെ. ദൈവമേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ നീ ചെയ്ത പ്രവൃത്തി അവർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ചെവി കൊണ്ട് ഞങ്ങൾ കേട്ടുവിരിക്കുന്നു. തങ്ങളുടെ വാളുകൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്, സ്വന്തം